ഹായ് ഡിയർ സ്റ്റുഡൻസ്, ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിനകത്ത് അതിൻ്റെ തിയറി പാർട്ടെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിൽ ബൈബാക്ക് നടത്തുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈബാക്ക് നടത്തുന്ന സമയത്ത് 7 ജേണൽ എൻട്രീസ് ആയിരുന്നു പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ബൈബാക്ക് നടത്തുന്നത് ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടായിരിക്കും, അതല്ല എങ്കിൽ റിസർവിൽ നിന്നായിരിക്കും. ഇപ്പം ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ഫസ്റ്റ് ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു പർട്ടിക്കുലർ ഷെയർ. ഏത് ഷെയർ ആണോ നമ്മൾ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത്, ആ ഷെയർ ആണ് എഴുതേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ബൈബാക്ക് നടത്തുന്നത് ഫ്രഷ് ഇഷ്യൂവിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ. ഇനി പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ സെക്കൻഡ്, ബൈബാക്ക് നടത്തുന്നത് ഫ്രീ റിസർവിൽ നിന്നാണെങ്കിൽ ഏത് റിസർവിൽ നിന്നാണോ നമ്മൾ ബൈബാക്ക് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം ജനറൽ റിസർവിൽ നിന്നാണ് പണം എടുത്തുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അപ്റ്റർ ടു CRR അക്കൗണ്ട്. ആ ബൈബാക്ക് നടത്തുന്ന എത്ര രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആണോ അത്ര രൂപയുടെ എമൗണ്ട്, ദാറ്റ് മീൻസ് ഫേസ് വാല്യൂ ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർ. എത്ര രൂപയുടെ ഷെയർ ആണോ നമ്മൾ ബൈബാക്ക് നടത്തുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് മാറ്റണം? ഫ്രീ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ ജനറൽ റിസർവിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അപ്റ്റർ ടു CRR അക്കൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇതാണ് ഫസ്റ്റ് 2 ജേണൽ എൻട്രീസ്. ബൈബാക്ക് നടത്തുന്നത് ഫ്രഷ് ഇഷ്യൂവിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു പർട്ടിക്കുലർ ഷെയർ. ദെൻ റിസർവിൽ നിന്നാണെങ്കിൽ ഏത് റിസർവിൽ നിന്നാണോ മാറ്റുന്നത് ആ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഫസ്റ്റ് 2 ജേണൽ എൻട്രീസ് ഇതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അപ്പം നമുക്ക് ബൈബാക്ക് നടത്തുന്നതിനുള്ള എമൗണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടോ അതല്ലെങ്കിൽ റിസർവിൽ നിന്നോ കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മൾ ബൈബാക്ക് നടത്തും. ബൈബാക്ക് നടത്തുന്നത് പാർ ആവാം, പ്രീമിയം ആവാം, ഡിസ്കൗണ്ട് ആവാം. അപ്പോൾ പാറാണെങ്കിൽ പാറിൻ്റെ ജേണൽ എൻട്രി. പാറിനാണെങ്കിൽ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത്. ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുകയാണെങ്കിൽ ബൈബാക്ക് നടത്തുമ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്നാവും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബൈബാക്ക് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഷെയർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുകയാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രിയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ പാറിന് ആ പർട്ടിക്കുലർ ജേണൽ എൻട്രി എഴുതി. ഇനി പ്രീമിയത്തിനാണെങ്കിൽ പ്രീമിയത്തിൻ്റെ ജേണൽ എൻട്രി, ദെൻ ഡിസ്കൗണ്ടിനാണെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ ഈ ബൈബാക്ക് നടത്തുന്ന പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്, ഈ 3 ജേണൽ എൻട്രി. ദെൻ ഫ്രഷ് ഇഷ്യൂവിനാണെങ്കിൽ ഫ്രഷ് ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി. ദെൻ റിസർവിൽ നിന്നാണെങ്കിൽ റിസർവിൻ്റെ ജേണൽ എൻട്രി. അങ്ങനെ 5 ജേണൽ എൻട്രി അതായി. ദെൻ അതിന് ശേഷം ബൈബാക്ക് നടത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ അഡീഷണൽ ആയിട്ട് വരുവാണെങ്കിൽ ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ജേണൽ എൻട്രിയും കൂടെ നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു. അത് ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്നുള്ള ഫസ്റ്റ് ജേണൽ എൻട്രിയും ആ ബൈബാക്ക് എക്സ്പെൻസിനെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു ജേണൽ എൻട്രി. ലാസ്റ്റ് എന്തായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട്. ഇങ്ങനെ 7 ജേണൽ എൻട്രീസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ 7 ജേണൽ എൻട്രീസ് വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ഫസ്റ്റ് പ്രോബ്ലം. A Limited issued 2 lakh equity shares of rupees 100 each. It wanted to buy back 30,000 equity shares at par. It issued 6% 3,000 preference shares of rupees 100 each. The proceeds being utilized for the purpose of buyback. Expenses relating to the buyback amounts to rupees 18,000. Give journal entries. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കുക, എ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ആ കമ്പനി ഇഷ്യൂഡ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 each. ആ കമ്പനി ഇഷ്യൂ ചെയ്തിരുന്ന എത്ര ഷെയർ ആണ്? 2 lakh ഇക്വിറ്റി ഷെയർ ആണ്. 2 lakh ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 10 each. 20 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ ആണ് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ 2 lakh ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 10 each, 20 lakh റുപ്പീസിൻ്റെ ഷെയർ ആണ് കമ്പനിയുടെ കയ്യിലുള്ളത്.
ഓക്കെ. അപ്പോൾ ഇവിടെ ആ കമ്പനി എന്ത് ചെയ്യാണ്? സോ ഇറ്റ് വാണ്ടഡ് ടു ബൈ ബാക്ക് 30,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ. ഇതിൽ 2 lakh ഇക്വിറ്റി ഷെയറിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ഒരു 30,000 ഇക്വിറ്റി ഷെയർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണ്, ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, കമ്പനിയുടെ കയ്യിലുള്ളത് 2 lakh ഇക്വിറ്റി ഷെയർ ആണ്. ആ 2 lakh ഇക്വിറ്റി ഷെയറിൽ നിന്ന് 30,000 ഇക്വിറ്റി ഷെയർ കമ്പനി എന്ത് ചെയ്യുകയാണ്? ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അപ്പം നോക്കുക, 30,000 ഇൻറ്റു ടണ്ണ് വരും. 30,000 ഇൻറ്റു ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ടാവും? 3 lakh റുപ്പീസ്. 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ കമ്പനി തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ തിരിച്ചു വാങ്ങിക്കണമെങ്കിൽ കമ്പനിയുടെ കയ്യിൽ 3 lakh റുപ്പീസ് വേണം, എന്നാലേ അത് തിരിച്ചു വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കമ്പനി എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇഷ്യൂഡ് 6% 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 each. അപ്പോൾ 3 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് തുല്യമായിട്ടുള്ള 6% പ്രിഫറൻസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 6% 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 each. എത്ര രൂപയുണ്ടാവും? 3,000 ഇൻറ്റു 100 3 lakh ആയില്ലേ? 3,000 ഇൻറ്റു 100 3 lakh ആയി. ഓക്കെ, അപ്പോൾ 30,000 ഇൻറ്റു ടൺ എന്നുള്ള ഇക്വിറ്റി ഷെയർ, 3 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി തുല്യമായിട്ടുള്ള 6% പ്രിഫറൻസ് ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇക്വിറ്റി ഷെയർ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി 6% പ്രിഫറൻസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, പ്രൊസീഡ്സ് ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക്. അപ്പോൾ ബൈബാക്ക് എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കമ്പനി എന്താ ചെയ്യുന്നത്? 6% 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 each ഇഷ്യൂ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? 3 ലക്ഷം കണ്ടെത്തി ബൈബാക്ക് നടത്തുന്നു. ആ സമയത്ത് ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് വരുന്ന എക്സ്പെൻസ് ആണ് എന്ത്? എമൗണ്ട്സ് ടു ₹18,000. 18,000 രൂപ അതിന് ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് കമ്പനിക്ക് എക്സ്പെൻസ് വന്നു. അപ്പോൾ ആ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രി എഴുതാം. ഓക്കെ, ഗീവ് ജേണൽ എൻട്രീസ്. നോക്കാം അതിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന്. ജേണൽ എൻട്രീസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നമുക്കിപ്പോൾ കമ്പനിയുടെ കയ്യിൽ സംബന്ധിച്ചിടത്തോളം എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ കയ്യിൽ 2 lakh ഇക്വിറ്റി ഷെയർ ആണുള്ളത്. ആ 2 lakh ഇക്വിറ്റി ഷെയറിൽ നിന്ന് 30,000 ഇക്വിറ്റി ഷെയർ കമ്പനി എന്ത് ചെയ്യാണ്? തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 30,000 ഇൻറ്റു ടൺ 3 lakh റുപ്പീസ് കമ്പനിക്ക് വേണം. അപ്പോൾ ആ 3 lakh കണ്ടെത്തുന്നതിന് വേണ്ടി കമ്പനി അതിന് തുല്യമായിട്ടുള്ള 6% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 3,000 ഇൻറ്റു 100 ആണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. നോക്കുക, അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 3 lakh റുപ്പീസ് കണ്ടെത്തണം. അതിനുള്ള തുക കണ്ടെത്തിയാൽ മാത്രമേ ബൈബാക്ക് നടത്താൻ പറ്റൂ. അപ്പോൾ അതിന് തുല്യമായിട്ട് ജേണൽ എൻട്രീസ് നമ്മൾ എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ ബൈബാക്ക് നടത്തുന്നത് ഫ്രഷ് ഇഷ്യൂവിനായിരിക്കും, അതല്ലെങ്കിൽ റിസർവിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നടത്തുന്നത്? ബൈബാക്ക് അറ്റ് ഫ്രഷ് ഇഷ്യൂ ആണ് അല്ലേ? ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് ബൈബാക്ക് നടത്തുന്നത്. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പം ആദ്യം നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന ജേണൽ എൻട്രി എഴുതുന്നു. എന്താ ജേണൽ എൻട്രി വരിക? പുതിയ പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇഷ്യൂഡ് 3,000 ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 each. ഓക്കെ, 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 each. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 3 lakh റുപ്പീസ് ആയി. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര വന്നു? 3 lakh വന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 3 lakh. അപ്പോൾ നമുക്ക് ബൈബാക്ക് നടത്താനുള്ള 3 ലക്ഷം രൂപയായി. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബൈബാക്ക് നടത്തണം. ബൈബാക്ക് നടത്തുന്നത് പാറാവും, പ്രീമിയം ആവും, ഡിസ്കൗണ്ട് ആവും. ഇവിടെ ബൈബാക്ക് നടത്തുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യനിൽ പ്രീമിയമോ ഡിസ്കൗണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പാറിനാണ്. പാറിന് ബൈബാക്ക് നടത്തുമ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രീൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഫസ്റ്റ് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇവിടെ ബൈബാക്ക് നടത്തുന്ന ഇക്വിറ്റി ഷെയർ ആണ്. അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർ എന്നല്ല വരിക, ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് നടത്തുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാവും അല്ലേ? ബാങ്ക് അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ആയിരുന്നു, ഇവിടെ എന്തായി? ക്രെഡിറ്റ് ആയി. ഓക്കെ, 3 ലക്ഷം രൂപ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കണ്ടെത്തി. ആ കണ്ടെത്തിയ തുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഡെബിറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ഓഫ് 30,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 each അറ്റ് പാറിനാണ് ബൈബാക്ക് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്.
3 lakh rupees. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ചെയ്തു, ഫ്രഷ് ഇഷ്യൂ നടത്തി, ബൈബാക്കും ചെയ്തു. ഓക്കെ, ഇനി ബൈബാക്കിൻ്റെ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൈബാക്ക് നടത്തിയ സമയത്ത് ഒരു 18,000 രൂപ എക്സ്ട്രാ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 ജേണൽ എൻട്രി അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നോക്കുക, ബൈബാക്ക് നടത്തുന്ന എക്സ്പെൻസ് വരുവാണെങ്കിൽ മീറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ജേണൽ എൻട്രി ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുവാണ്. ബൈബാക്ക് എക്സ്പെൻസസ് പെയ്ഡ് 18,000. ഈ ബൈബാക്ക് നടത്തുന്നതിന് എക്സ്ട്രാ വന്നിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ് എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. അത് റൈറ്റ് ഓഫ് ചെയ്യുന്ന എങ്ങോട്ടാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ടിനെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ബൈബാക്ക് എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, ബൈബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് 18,000. അപ്പോൾ ഇതിനകത്ത് 4 ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. ഒന്ന്, ഫ്രഷ് ഇഷ്യൂ നടത്തി നമുക്ക് ബൈബാക്ക് നടത്താനുള്ള തുക കണ്ടെത്തി. അതിനുശേഷം തുക കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ബൈബാക്ക് നടത്തുന്നു. ബൈബാക്ക് നടത്തുന്നത് പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട് 3 രീതിയിലുണ്ട്. ഇവിടെ പാറിനാണ്. അപ്പോൾ പാറിനുള്ള ജേണൽ എൻട്രി എഴുതി. അപ്പോൾ ബൈബാക്ക് നടന്നു. ബൈബാക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്കിലേക്ക് ആ ബൈബാക്ക് എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തി. അത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് 18,000. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ബൈബാക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.